നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണ്. അതായത് പേടി കൂടാതെ ഒരു വാഹനം റോഡിലൂടെ എങ്ങനെ ഓടിക്കാം. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ആദ്യമേ എന്താണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഒരു ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ എന്താണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയോടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ പൂർണ്ണമായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇന്ന് മുതൽ നിങ്ങൾക്ക് പേടി കൂടാതെ ഒരു വാഹനം നിങ്ങൾക്ക് റോഡിലൂടെ ഓടിക്കാൻ കഴിയുന്നതാണ്. ഇതേ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കോൺഫിഡൻറ്റോട് കൂടി ഒരു വാഹനം നിങ്ങൾക്ക് പേടി കൂടാതെ ഓടിക്കാൻ കഴിയും. ഞാൻ ഗ്യാരണ്ടി തരുന്നു. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് ഷെയറിങ് ആണെന്നുള്ളൂ. ഇതുപോലെ ലൈസൻസ് 5 വർഷമായിട്ട് 10 വർഷമായിട്ട് ലൈസൻസും ഉണ്ടായിട്ടും വീട്ടിൽ വാഹനമുണ്ടായിട്ടും വാഹനം ഓടിക്കാൻ പേടി കാരണം പലരും മടിച്ചിരിക്കുന്നവർ, അതുപോലെ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് വളരെ ആഗ്രഹം കൊണ്ടാണ് ഓരോരുത്തരും പോയി ലൈസൻസ് ഒക്കെ എടുക്കുന്നത്. ഒരു ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ വാഹനം ഓടിക്കാമല്ലോ എന്നോർത്തുണ്ട്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പല വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ലൈസൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ കിടക്കുന്ന വാഹനത്തിലൂടെ ഒന്ന് കയറി ആ ഡോറൊക്കെ തുറന്നൊന്ന് കയറി കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഒരു ലൈസൻസ് കയ്യിലോട്ട് കിട്ടിക്കൊണ്ടൊന്നും വാഹനം ഓടിക്കാൻ കഴിയില്ല എന്നുള്ളത്. പിന്നെ എന്ത് ചെയ്യും, ഇവരെടുത്ത് പിന്നെ ഒരു സൂക്കേഷിനകത്ത് വല്ലെടുത്ത് ആ ലൈസൻസ് അങ്ങ് വെക്കുകയാണ്. കാരണം വീട്ടിലാരെങ്കിലുമൊക്കെ വണ്ടി ഓടിക്കുന്നവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടിലുള്ളവർക്ക് സമയം കാണത്തില്ല, ഒന്ന് പഠിപ്പിക്കാനോ ഒന്ന് പറഞ്ഞു കൊടുക്കാനോ ഒന്നും സമയം കാണത്തില്ല. അതുപോലെ തന്നെ വീട്ടിൽ 1-2 പേര് വണ്ടി ഓടിക്കുന്നവരായിരിക്കും, അവരുടെ സൈഡിൽ കയറിയിരിക്കും പോകും. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റിൽ മക്കൾ പുറത്തേക്ക് പോകും, പിന്നെ വീട്ടിലാരും കാണത്തില്ല. ആ സമയത്തൊക്കെയാണ് വിചാരിക്കുന്നത് ലൈസൻസ് ഉണ്ടായിട്ട് വണ്ടി ഓടിക്കാൻ കഴിയുന്നില്ലല്ലോ, അന്നേരമാണ് ഒരാളുടെയും ആശ്രയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പഠിക്കാമല്ലോ എന്നൊക്കെ കരുതി ഇറങ്ങുന്നത്. പിന്നെ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ പെട്ടെന്ന് ഒരു വണ്ടിയിലോട്ട് കയറിയിരുന്നു കഴിഞ്ഞാൽ അങ്ങ് ഓടിക്കാമല്ലോ എന്നാണ്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ശ്രദ്ധിക്കേണ്ടത്. ആദ്യം നമുക്ക് അതിൻ്റെ ബേസ് കാര്യങ്ങൾ കൃത്യമായിട്ട് കിട്ടാത്തതുകൊണ്ടാണ് നമുക്ക് സ്വയമേ തന്നെ ആ വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റ് കാണുമ്പോഴും സ്റ്റാർട്ടിങ്ങിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴും എല്ലാം പേടികൾ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ എന്തൊരു കാര്യത്തിലാണെങ്കിലും നമുക്ക് അതിൻ്റെ ബേസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാം, ഏത് കാര്യം നമുക്ക് നേടിയെടുക്കാം. നമ്മളത് ശ്രദ്ധിക്കാതെ ഏറ്റവും ടോപ്പിലുള്ള കാര്യത്തിലേക്ക് പോകുന്നതുകൊണ്ടാണ് നമുക്ക് ബേസ് കാര്യങ്ങൾ പോലും കിട്ടാത്തൊരു പേടിയും കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഞാൻ അതിനെപ്പറ്റി കുറച്ച് ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ചൂണ്ടിക്കാണിക്കാം, പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ. അതായത് നമ്മളൊരു തയ്യൽ മെഷീനിലാണ് നമുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തയ്യൽ പഠിക്കാൻ വേണ്ടി പോകുന്നവർ. അതായത് ഇപ്പം നല്ലൊരു തയ്ക്കുന്ന ആൾക്കാരാണെന്ന് ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും. കാരണം നിങ്ങളുടെ അടുത്തൊക്കെ ആരെങ്കിലും പഠിക്കാൻ വേണ്ടി വരുന്നവർ, ഈ പഠിക്കാൻ വേണ്ടി വരുന്നവർക്ക് ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു ചുരിദാറും ഒരു ബ്ലൗസും ഒക്കെ തയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഓടി വരുന്നത്. അപ്പം ഈ തയ്യക്കാർക്ക് അത് മനസ്സിലാകും. അത് മാത്രമായിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, അവർക്ക് തയ്ക്കാനോ തയ്യൽ മെഷീനിലോ ഒന്ന് കയറിയിരുന്നോ ഒന്നും ചെയ്യാനേ കഴിയില്ല എന്ന് അവർക്കറിയാം. പക്ഷേ ഈ പഠിക്കാൻ വരുന്നവരുടെ എല്ലാം ധാരണ പെട്ടെന്നൊരു ചുരിദാർ തയ്ക്കണം, പെട്ടെന്നൊരു ബ്ലൗസ് തയ്ക്കാൻ പഠിക്കണം എന്ന് വെച്ചുകൊണ്ടാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ ബേസ് കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാതെ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഒരു ചുരിദാർ തയ്ക്കാനോ ഒരു ബ്ലൗസ് തയ്ക്കാനോ കഴിയില്ല. ആദ്യമേ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യും, ചെറിയ ബിറ്റിക്കോട്ടുകൾ ഇങ്ങനെ താഴെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ കൊണ്ട് ചെയ്ത് വന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് ഈ ടോപ്പിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏതൊരു കേസിനും അങ്ങനെ തന്നെയാണ്. അപ്പം നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വന്നാൽ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങളാണെങ്കിലും നമുക്കെല്ലാം പെട്ടെന്നൊരു വണ്ടി ഓടിക്കണം. അപ്പോൾ ഈ ഓടിക്കണം എന്നുണ്ടെങ്കിലും എന്ത് വേണം, നമുക്കൊരു വണ്ടി എടുക്കുന്ന കാര്യം വരെയുള്ള കാര്യങ്ങൾ. കാരണം എവിടെ നിന്ന് നമ്മളൊരു വാഹനം എടുക്കുന്നിടം വരെയൊക്കെ എന്തൊക്കെ ആ വാഹനത്തിൽ നമ്മൾ ചെയ്യണം. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ ആണെങ്കിലും കമ്പ്യൂട്ടർ ഓണായി വരാതെ നമുക്കതിനകത്ത് വർക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് ഓണാക്കുന്നിടം വരെ എന്തൊക്കെ ചെയ്തിട്ടാണ് അത് ഓണാകുന്നത്. ഇത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയാലേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് എവിടുന്ന് ഒരു വണ്ടി എടുക്കാനാണെങ്കിലും നമുക്ക് കഴിയുകയുള്ളൂ. നമ്മളപ്പോൾ ഒരു വാഹനത്തിൽ കയറിയിരുന്ന് എന്തെല്ലാം ചെയ്താൽ നമ്മൾ ആ സ്റ്റെപ്പ് ഇഷ്ടപ്പെടാം. നമ്മളിപ്പോൾ നമ്മുടെ പേര് എഴുതണമെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് വേണം, അക്ഷരങ്ങൾ വേണം. നമ്മൾ ഈ അക്ഷരങ്ങൾ പഠിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തപ്പി മറയ്ക്കാന്നല്ല നമുക്ക് ഓരോ അക്ഷരങ്ങൾ പറക്കി വെച്ചാൽ നമ്മുടെ പേര് എഴുതാമെന്ന് പറഞ്ഞതുപോലെ നമ്മളിപ്പം ഒരു 5-6 വാക്കുകൾ വെച്ച് ഞാൻ പഠിച്ച് വെച്ച് നമ്മൾ അതുകൊണ്ട് നമുക്ക് ഒരിടത്ത് പോയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മറ്റുള്ളൊരു അക്ഷരങ്ങൾ കണ്ടുപിടിച്ച് നമുക്കൊരു പേര് എഴുതാൻ നമുക്ക് കഴിയത്തില്ല. അല്ലെങ്കിൽ ആ പേര് വായിക്കാൻ പോലും നമുക്ക് കഴിയത്തില്ല. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എറണാകുളം ഒന്ന് വായിക്കുന്നു, ഞാനിപ്പം കാസർഗോഡ് ഒന്ന് വായിക്കുന്നു, എനിക്ക് ഞാൻ 5 അക്ഷരം വരെയുള്ള വായിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നാളെ വേറെടുത്തോട്ട് എന്നിട്ട് നമുക്കൊരു 3 അക്ഷരമുള്ളത് നമുക്ക് കറക്റ്റായിട്ട് എന്താണ് എഴുതിയെന്ന് വായിക്കാൻ അറിയാത്തതിൻ്റെ കാരണം എന്താ, നമുക്ക് ആ അക്ഷരങ്ങൾ കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടാണ്. ലൈസൻസ് ആണെങ്കിൽ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ വാഹനം ഓടിക്കാൻ വേണ്ടിയിട്ടാണ്. കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വാഹനം കറക്റ്റ് ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെയാണോ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പം ഇത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഒറ്റയ്ക്ക് ഓടിക്കാനുള്ള ഒരു ധൈര്യം കിട്ടണമെങ്കിൽ ഇതൊരു ഗ്രൗണ്ടുകളിലോ
ഒക്കെ വന്നിട്ട് എന്ത് ചെയ്യണം, ആ ഗ്രൗണ്ടിന്റെ സൈഡിൽ കൂടെ തന്നെ സൈഡ് ചേർത്ത് തന്നെ. അപ്പൊ സെന്ററിൽ കൂടി ഇങ്ങനെ ഇട്ട് ഓടിക്കുമല്ല, സൈഡ് ചേർത്ത് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ റോഡിന്റെ ഒരു ലെഫ്റ്റ് സൈഡ് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പൊ ആ ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ ചേർന്ന് പോകുമ്പോൾ നമ്മുടെ സ്റ്റിയറിംഗ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നുണ്ടോ, അപ്പൊ ആ മാറാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലച്ച് ചവിട്ടി ഗിയർ ഇടാൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മളന്ന് റോഡിലോട്ട് ഇറങ്ങാൻ. എന്നാലേ നമുക്ക് ആ റോഡ്, കാരണം ആ റോഡിൽ കൂടെ പോയാലും നമുക്ക് റോഡിന്റെ ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാറാതെ തന്നെ. കാരണം നമുക്ക് പിന്നെ മെയിനായിട്ട് വേണ്ടത് നമുക്ക് സ്റ്റിയറിംഗിന്റെ കൺട്രോളുകളാണ്. അപ്പൊ നമുക്ക് സ്റ്റിയറിംഗ് നമുക്ക് കൺട്രോൾ പോകാതെ തന്നെ നമ്മുടെ സൈഡിൽ തന്നെ നിന്നുകൊണ്ട്, അപ്പൊ നമുക്ക് എല്ലാ ഗിയറും ഇട്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഓടിച്ചാലല്ല നമുക്ക് ഒരു ഇതാകുന്നത്. നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ക്ലിയർ ആക്കാൻ നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത്. അപ്പം നമ്മുടെ റോഡിൽ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് കറക്റ്റായിട്ട് എടുത്തിട്ട് നമുക്ക് ഓടിക്കാൻ കഴിയുന്നുണ്ടോ, അപ്പൊ ആ ഫസ്റ്റ് നമുക്ക് എടുത്തിട്ട് നമുക്ക് സെക്കൻഡ് ഇടാൻ കഴിയുന്നുണ്ടോ. അപ്പൊ ഈ ഫസ്റ്റ് സെക്കൻഡ് വിട്ട് നമ്മൾ എടുക്കുകയും നിർത്തുകയും ആ ഒരു എന്ത് ചെയ്യുക, നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യുക, ആ ഒരു വഴക്കം കിട്ടുക. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ 3, 4, 5 ഒക്കെ എടുത്തുള്ളൂ. അല്ല നമ്മൾ അങ്ങോട്ട് കയറി ഇരിക്കുമ്പോഴേ 5 ഗിയർ ഇടാനല്ല ശ്രമിക്കേണ്ടത്. കാരണം നമുക്ക് ഒരേ സ്ട്രെയിറ്റ് റോഡ് അല്ലാത്തത് കൊണ്ട് വളവും തിരിവും എല്ലാം വരുന്നതുകൊണ്ട് നമുക്ക് ചിലപ്പം പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് അവിടെ ഒരു വണ്ടിയിൽ ഒരു കൺട്രോൾ ചെയ്ത് അപ്പം സ്ലോ ചെയ്യാനോ അല്ലെങ്കിൽ ആ ഗിയർ ഒന്ന് ഡൗൺ ചെയ്യാനോ എന്ത് ചെയ്തില്ല, നമുക്ക് പെട്ടെന്ന് നമ്മുടെ കൈയും കാലും കൊണ്ട് ചെല്ലുകയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റും സെക്കൻഡും ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പെട്ടെന്ന് തന്നെ അതിനുള്ള സ്പീഡേ ഉള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ സൈഡിൽ കൂടെ തന്നെ വണ്ടി ഓടിക്കാനുള്ള കൺട്രോൾ കിട്ടും. ആ ഫസ്റ്റ് സെക്കൻഡിലാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു വാഹനം നിർത്തണമെങ്കിലും നിർത്താനും കഴിയും. അപ്പൊ ഫസ്റ്റിലും സെക്കൻഡിലും ആകുമ്പോൾ സ്ലോയിലായതുകൊണ്ട് നമ്മൾ തുടക്കത്തിലാകുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ കൈയും കാലും ഒക്കെ സ്ലോയിലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു സ്പീഡ് ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് നിർത്താനും ഒക്കെ പറ്റും. അപ്പൊ കാരണം സ്പീഡിൽ പോകുന്ന സമയത്ത് അതേ സ്പീഡിൽ തന്നെ നമ്മുടെ കൈയും കാലും ചെന്നാൽ എന്ത് ചെയ്തുള്ളൂ, നമുക്ക് ആ വാഹനം നിർത്താൻ നമുക്ക് കഴിയത്തുള്ളൂ. അപ്പൊ അത്രയും പെട്ടെന്ന് നമുക്ക് ആ ഒരു ബാലൻസ് എന്ത് ചെയ്തില്ല, ഒരു തുടക്കക്കാരെ സമയമാണ് കിട്ടുന്ന എപ്പിസോഡിന്റെ ഉള്ളിൽ കൂടെ നമ്മുടെ വാഹനം പോകുമോ, കറക്റ്റ് ആയിട്ട് പോകുമോ, അത് മാത്രം. അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ ആ ഗ്രൗണ്ടിൽ നിന്ന് ആ സൈഡിൽ കൂടെ തന്നെ ചേർത്ത് ഓടിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ്, വലിയ വളവുകളില്ലാത്ത റോഡുകളിലും നമ്മൾ ഓടിക്കുമ്പോൾ, അപ്പം നമ്മൾ ഗ്രൗണ്ടിൽ തന്നെ മാത്രം ഓടിച്ചാൽ തന്നെ ആകുന്നില്ല. അപ്പം നമ്മൾ ആ റോഡിലൂടെ ഒന്ന് നോക്കിയാൽ എന്ത് ചെയ്തുള്ളൂ, നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു വാഹനം വരുന്നതാണ് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ, നമ്മുടെ സൈഡിൽ നിന്ന് മാറാതെ നമുക്ക് ഗിയർ ഇടാനും അതുപോലെ തന്നെ ഡൗൺ ആക്കാനും ഒരു വാഹനം നിർത്താനും ഒക്കെ കഴിയുന്നുണ്ടോയെന്നോ അറിയാൻ വേണ്ടിയിട്ട് വലിയ തിരക്കില്ലാത്ത സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡുകളിലൊന്ന് നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം. അവിടെ ചെന്നിട്ടും ഫസ്റ്റും സെക്കൻഡും ഒക്കെ ഇടുക, അതുപോലെ തന്നെ നിർത്താൻ കഴിയുക. അപ്പൊ അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പം നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യണം, നല്ലൊരു അറിയാവുന്ന ഒരാളെ കൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അല്ലാതെ എനിക്ക് ലൈസൻസ് കിട്ടി വണ്ടി വീട്ടിലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ഓടിക്കാൻ കഴിയുമോ പറ്റുമോ ഇല്ലെന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് അറിഞ്ഞിരുന്നുകൊണ്ട് എന്ത് ചെയ്യരുത്, ഒരു റോഡിലോട്ട് ഇറങ്ങി നിങ്ങൾ തനിയെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കരുത്. കാരണം ഒരു വണ്ടിയിൽ നമുക്ക് നിർത്തേണ്ടതായിട്ടുണ്ട്, തിരിക്കേണ്ടതുണ്ട്, വളയ്ക്കേണ്ടതായിട്ടുണ്ട്, സ്ലോ ചെയ്യേണ്ടതുണ്ട്, സ്പീഡിൽ പോകേണ്ടതായിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ മുന്നിലുള്ള സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മൾ ഓരോന്നും ചെയ്യുന്നത്. അപ്പൊ ആ സാഹചര്യം അനുസരിച്ച് പെട്ടെന്ന് നമ്മളെ എന്ത് ചെയ്യണം, നമ്മുടെ കൈയും കാലും ചെന്ന് അത് വർക്ക് ചെയ്യണം. അവിടെ നിർത്താനാണെങ്കിലും അതുപോലെ തന്നെ സ്പീഡിൽ എടുക്കാനാണെങ്കിലും ഒക്കെ ആ ഒരു വർക്ക് കിട്ടണമെന്നുണ്ടെങ്കിലും ഒരു കൂടിരുന്ന ഒരാൾ പറഞ്ഞു തന്നാലേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്കത് പെട്ടെന്ന് ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി നമുക്കും ചെയ്ത് നമുക്ക് സ്പീഡപ്പ് ആക്കി നമുക്ക് ഒരു വാഹനം പേടി കൂടാതെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു റോഡിലൂടെ ഓടിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഈ കൈവഴക്കം കാലുവഴക്കം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്കൊരു വാഹനം ഓടിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ചെറുതായിട്ട് നമുക്കൊരു ചെറിയൊരു അനക്കോ കൈയുടെ അനക്കോ കാലിന്റെ അനക്കോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യത്തില്ല, നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. അപ്പം നല്ലൊരു കൈയുടെ വഴക്കവും കാലിന്റെ വഴക്കവും കിട്ടിയാൽ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് വേഗത്തിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യാനാണെങ്കിലും നമ്മുടെ കാലാണെങ്കിൽ ക്ലച്ചിലേക്കും ബ്രേക്കിലേക്കും ആക്സിഡന്റിലും എന്ത് ചെയ്തുള്ളൂ പോകത്തുള്ളൂ. അല്ലാതെ നമ്മൾ എപ്പോഴേലും ഒന്ന് കാല് കൊണ്ടുവന്ന് ക്ലച്ചിലേക്ക് വെക്കുന്നു, അതുപോലെ തന്നെ എപ്പോഴേലും ബ്രേക്കിൽ നിന്ന് മാറ്റിയിട്ട് ആക്സിഡന്റ് വെക്കുന്നു, അതുപോലെ തന്നെ എപ്പോഴേലും ആക്സിഡന്റ് നിന്ന് മാറ്റിയിട്ട് ബ്രേക്കിലേക്ക് വരുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് കാരണം നമ്മുടെ റോഡിലോട്ട് ഓടുമ്പോൾ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. കാരണം നമുക്ക് റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴും ഇതിന്റെ ആവശ്യങ്ങളുണ്ട്, അതായത് ക്ലച്ചിന്റെ ബ്രേക്കിന്റെ ആക്സിഡന്റിന്റെ ആവശ്യങ്ങളുണ്ട്. അപ്പം നമുക്ക് ആ സഡൻ അടിച്ച് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം വേഗത്തിൽ കാലിന്റെ വഴക്കം വന്നാലേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് ആ റോഡിൽ ആ ചെയ്യേണ്ട സമയത്ത് എന്ത് ചെയ്യത്തുള്ളൂ, നമ്മുടെ കാലങ്ങോട്ട് വഴക്കം കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മുടെ കാലിന് ആ വഴക്കം കിട്ടാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്കൊരു പേടികൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് ഇതുപോലുള്ള പ്ലെയിനായ സ്ഥലങ്ങളിൽ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടുന്നു, അതുകൊണ്ട് ഗിയർ നോക്കാതെ തന്നെ സെക്കൻഡ് ഇടുന്നു, സ്ട്രെയിറ്റ് ആയിട്ട് നോക്കിക്കൊണ്ട് തന്നെ വേണം എന്ത് ചെയ്യാൻ, ഇതെല്ലാം ഗിയറിൽ ഇടാൻ. തേർഡ്, ഫോർത്ത്, അതുപോലെ തന്നെ ഡൗണും ആക്കി നിങ്ങൾ പഠിക്കണം. തേർഡ്, അതുപോലെ തന്നെ സെക്കൻഡ്, അതുപോലെ തന്നെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഇങ്ങനെ ഓരോ ഗിയർ ഇടുക, അതുപോലെ തന്നെ ഡൗൺ ആക്കി പഠിക്കുക. അതുപോലെ തന്നെ നമ്മൾ ക്ലച്ച് ചെയ്ത് ഇങ്ങനെ കാൽ ഇതുണ്ടല്ലേ, ഈ ഒരു രീതിയിൽ എപ്പോഴും ക്ലച്ച് ചെയ്ത് കാൽ ഇങ്ങനെ എടുത്ത് വഴക്കം. അതുപോലെ തന്നെ ബ്രേക്കിലും ആക്സിഡന്റിന്റെ ആ വഴക്കം, ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഇങ്ങനെ വഴക്കം. ഈ ഒരു സംഭവങ്ങൾ നമുക്ക് കയ്യിലും കാലിലുമാണ് നമ്മൾ വാഹനം ഓടിക്കേണ്ടത്. അപ്പം നമുക്ക് ഈ ഒരു വഴക്കം കിട്ടിയാൽ എന്തെങ്കിലും പേടി കൂടാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഏത് റോഡിലും നമുക്കൊരു വാഹനം
ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തോരം യൂസ്ഫുൾ ആയി എന്നുള്ളതും ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നൊരു വീഡിയോ ചെയ്യാൻ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. കാരണം ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോകളെല്ലാം ചെയ്യുന്നത്. നിങ്ങൾക്ക് അപ്പോൾ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഇന്നൊരു വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ ചെയ്യുന്നതായിരിക്കും. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.